പ്രതിപക്ഷ നേതാവ് ആരെന്ന കാര്യത്തിലും ഇനിയും ഒരു തീരുമാനമായിട്ടില്ലല്ലോ. അപ്പം അതിൽ CPM-ന്റെ തീരുമാനം വൈകുമെന്നാണ് വരുന്ന വാർത്ത. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തില്ല. ഇന്ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയിലും പ്രതിപക്ഷ നേതൃസ്ഥാനം അജണ്ടയിലില്ല. ധൃതി പിടിച്ചൊരു തീരുമാനം വേണ്ട എന്നാണ് CPIM-ന്റെ നിലപാട്. നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ പരാജയമാകും ഇന്നും നാളെയുമായി ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്യുക. അർജുൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഈ വമ്പൻ പരാജയത്തിന് ശേഷം ചേർന്ന ആദ്യ സംസ്ഥാന കമ്മിറ്റിയാണ് ഇന്നത്തേത്. പ്രധാന അജണ്ട ഈ പാർട്ടി വോട്ടുകൾ ചോർന്നതും പാർട്ടി കോട്ടകളിലുണ്ടായ തിരിച്ചടിയും ഒക്കെ തന്നെയാണോ? ഗുഡ് മോർണിംഗ് അർജുൻ. സേതു, ഗുഡ് മോർണിംഗ്. ഇന്നത്തെയും പ്രധാനപ്പെട്ട അജണ്ട തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി തന്നെയാണ്. സംസ്ഥാന കമ്മിറ്റിയാണ് ഇന്നും നാളെയുമായി ചേരുക. വരും ദിവസങ്ങളിലാണ് CPIM ഈ തെറ്റുതിരുത്തലിന്റെ ഭാഗമായി പാർട്ടി അംഗങ്ങളെ കേൾക്കാൻ പോകുന്നത്. നിർഭയമായി സമയപരിധിയില്ലാതെ പാർട്ടി അംഗങ്ങൾക്ക് നേതൃത്വത്തോട് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നത് അടുത്ത ദിവസങ്ങൾ തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങളൊക്കെ ചർച്ചയുണ്ടാകും. അതല്ലാതെ പ്രധാനപ്പെട്ട അജണ്ട തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി തന്നെയാണ്. അത് നേരത്തെ തന്നെ ഈ മണ്ഡലം തിരിച്ച റിപ്പോർട്ടുകൾ എല്ലാ കമ്മിറ്റികളും സെക്രട്ടേറിയറ്റിന് മുൻപാകെ വെച്ചിരുന്നു. അത് വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ അത് ഏതൊക്കെ തരത്തിൽ ചർച്ചയാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമുള്ള നേതാക്കളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അതിലെ പാളിച്ചകൾ, വിമതരെ അനുനയിപ്പിക്കുന്നതിലുണ്ടായിട്ടുള്ള പാളിച്ച, അതൊക്കെയുള്ള അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഉള്ള അംഗങ്ങൾ ഈ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. അത് ഈ കമ്മിറ്റിക്കകത്ത് ചർച്ചയ്ക്ക് വരുമോ എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് അല്ലറ ചില്ലറ വിമർശനങ്ങളാണ് കേട്ടതെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ അങ്ങനെയായിരിക്കില്ല എന്ന് വേണം കരുതാൻ. വലിയ വിമർശനങ്ങൾക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ പോലെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് വലിയ തിരിച്ചടി പാർട്ടി നേരിട്ടത് അതിൻ്റെ കാരണം തന്നെ നേതൃത്വത്തിൻ്റെ പ്രശ്നങ്ങളാണ് എന്ന് വിലയിരുത്തുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള വിമർശനങ്ങൾക്ക് വലിയ സാധ്യതയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാവുക. അതുകൂടി കേട്ട ശേഷമായിരിക്കും പാർട്ടി അംഗങ്ങളിലേക്ക് പോകാൻ നേതൃത്വം തയ്യാറാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള കാര്യത്തിലും ആ ചർച്ചയും ഇപ്പോൾ ഒരു തീരുമാനമാകാതെ, അല്ലെങ്കിൽ അങ്ങനെ ചർച്ച പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അതിന് കാരണം മുഖ്യമന്ത്രി ചർച്ച എങ്ങോട്ടും എത്തിയിട്ടില്ല. മുഖ്യമന്ത്രി ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും വന്നിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് ഇങ്ങനെ ധൃതി പിടിച്ച് നടത്തേണ്ടതില്ല, തീരുമാനിക്കേണ്ടതില്ല എന്നൊരു ആലോചനയിലേക്ക് CPM കടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അക്കാര്യം ചർച്ചയാകാതിരുന്നത്. ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിലും ആ വിഷയം പരിഗണനയ്ക്ക് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം അത് അജണ്ടയിൽ ഉൾപ്പെടുത്താതെ തെരഞ്ഞെടുപ്പ് പരാജയം മാത്രമാണ് ഈ ഇന്നത്തെ യോഗത്തിലും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒരുപക്ഷെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപൊക്കെയായി പ്രഖ്യാപിക്കാനുള്ള ഒരു ആലോചനയും CPIM-നുണ്ട്. ഓക്കെ അർജുൻ, ശരി.